ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ മൈസൂർ എത്തുന്നതിന് മുന്നേ ആയിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ വണ്ടി ഒരു പഴയ ഒരു സംഭവം അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഒരു റോഡ് റോളാണ്, പഴയ വിൻറ്റേജ്. അപ്പോൾ സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ വിൻറ്റേജ് സ്റ്റൈലിലുള്ള വാഹനങ്ങളുള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ അതിനുള്ളിലേക്കൊന്ന് കടക്കാം. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഇതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആണ്. മഴയപ്പോൾ ഒന്ന് ഓടിക്കയറിയതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളെന്ന് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൗണ്ടറാണ്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം. എത്ര ടിക്കറ്റ് ചാർജ്? എത്ര? 4 പേർക്ക് 300 രൂപയാണ്, 75 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. കൂടെ വന്നവരൊക്കെ വിൻറ്റേജ് കാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. നമുക്ക് ഈ മ്യൂസിയം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു രൂപരേഖയാണ് കേട്ടോ. നമ്മൾ എൻ്റർ ആവുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഹൈവേന്ന് ഇതെങ്ങനെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവണം. വലിയൊരു ഹാളാണ് കേട്ടോ, വലിയൊരു ഹാളാണ്. ആ ഹാളിൽ നിറയെ പഴയ സാധനങ്ങളാണ്. പഴയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പഴക്കം മുന്നേ ഉള്ള ചക്രങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള പഴയ ചക്രങ്ങൾ. ഒരുപക്ഷെ ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ വന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് രഥം എന്നൊക്കെ പറയില്ലേ, കുതിരേനോ കാളേനൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചിരുന്ന രഥങ്ങളാണോ. ഇത് കുറച്ച് ഭംഗിയുള്ളതാണ് കേട്ടോ, കാണാൻ ചുണി ഭംഗിയുള്ളൊരു മോഡലാണ്. ഒരു കിളിവാതിലൊക്കെ കൊടുത്ത് ഉള്ളിലാരെ ഇരിക്കുന്നതെന്ന് പണ്ട് രാജ്ഞിമാരൊക്കെ കൊണ്ടുവന്നിരുന്ന ടൈപ്പ് ഓഫ് സാധനമാണ് തോന്നുന്നുണ്ട്. ഇത് പലചരക്ക് സാധനങ്ങൾ ഒക്കെ കൊണ്ടു നടക്കണം. ഇപ്പോഴും പ്രചാരത്തിലുള്ള ടൈപ്പ് ഓഫ് സാധനം തന്നെയാണ്. പിന്നെ ഒരു അഡാർ ഐറ്റം, ഇത് ഫിയറ്റിൻ്റെ 1925 മോഡലാണ്. ഇത് ഫിയറ്റിന് തന്നെ കുറച്ച് വലിയ കാറാണേ. നമ്പറൊക്കെ നോക്ക്, CTW 2000. അതുപോലെ തന്നെ കുറച്ചധികം മോഡലുകളാണ്. പണ്ട് ഇതിലൊക്കെ നടന്നിരുന്ന ആൾക്കാരൊക്കെ രാജകീയ പ്രൗഢിയാണ്. ഇന്നും ഇത് നിരത്തിലിറങ്ങിയ ഒരു പക്ഷേ നമ്മളെ വാഹനങ്ങളൊക്കെ മാറി നിൽക്കുന്ന തരത്തിലുള്ള മോഡലാണ്. ഇതൊരു കുഞ്ഞു ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനം കണ്ടാലിട്ടോ, കുഞ്ഞ് കാറ്. ഈ കാറിൻ്റെ തന്നെ കുറേ അധികം മോഡലുകളാണ് പിന്നെ അങ്ങോട്ടുള്ളത്. 1946 മോഡൽ ഫോർഡിൻ്റെ പെർഫെക്റ്റ് E93A എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. കാണുന്നുണ്ടോയെന്നറിയില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് കേട്ടോ, കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് കളറുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ടൈപ്പ് ഓഫ് കളേഴ്സേ അല്ല. ഇതുണ്ട് ഒരു ജംബോ വണ്ടി, ബുയിക്ക് സീരീസ് 50 സൂപ്പർ 8 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്നുള്ളത് നിങ്ങൾ തെറ്റാണെന്ന് വെച്ചെങ്കിൽ ക്ഷമിക്കുക. പിന്നൊരു പല്ലക്ക് പോലത്തെ ഒരു സാധനം ഇതാണോ, പണ്ട് രാജാക്കന്മാരൊക്കെ കൊണ്ട് നടന്നിരുന്ന ടൈപ്പ് ഓഫ്, ആളുകൾ എടുത്തു കൊണ്ട് നടക്കുന്നൊരു ടൈപ്പ് ഓഫ് സാധനം. ഇതൊരു അടാറ് സാധനമാണ് കേട്ടോ. ബ്ലാക്ക് ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ഭംഗിയിൽ കുറേ രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ അതിൻ്റെ ബേക്കിലുണ്ടാ, ആ രാജാവിൻ്റെതാണ് തോന്നുന്നുണ്ട്. 1949 മോഡലാണ്. ഇംഗ്ലണ്ടിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. നീളവും വീതിയും തന്നെ ക്യാമറ കൊള്ളാത്ത അത്രയും വലിപ്പത്തിലാണ് കേട്ടോ. ഇതൊക്കെ ഇന്ന് നാട്ടിലിറങ്ങണം. ഒരു പ്രൗഢി തന്നെ നൽകുന്ന ഒരു സാധനമാണ്. മൈസൂർ രാജാവിൻ്റെ ആണ് തോന്നുന്നുണ്ട്. മൈസൂർ രാജാവിൻ്റെ കൊട്ടാരമൊക്കെ ഇതിൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടു. ഇനി അങ്ങോട്ട് ബൈക്കിൻ്റെ നമ്മളെ ജാവയ്ക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള മോഡൽ തന്നെ ക്ലാസി ലുക്കിൽ പഴയ ജാവയാണിത്. ചേതക്ക്, എംഐയുടെ RX100 ഇതൊക്കെ പക്ഷെ ഒരു വർഷം നമ്മളൊക്കെ കണ്ടിട്ടുള്ള മോഡൽസ് തന്നെയാണ്. ബൈക്കിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് സ്റ്റൈലൊരു വണ്ടിയില്ലേ, വണ്ടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ ടൈപ്പ് ഓഫ് വണ്ടി, വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള. ബുള്ളറ്റാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഒക്കെ നമ്മൾ കാലഘട്ടത്തിലൊക്കെ ഉള്ള സാധനം തന്നെയാണ്. വീണ്ടും ഒരു 1947 മോഡൽ കാറാണ്. കാറിൻ്റെ ഒക്കെ കളർ കണ്ടില്ലേ, നമ്മൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കളേഴ്സേ അല്ല. കണ്ടില്ലേ ഈ കാറിൻ്റെ ഒക്കെ ഒരു കളറ്. നമ്മൾ അംബാസഡർ, എന്താണിത്, അംബാസഡർ അല്ല, UK മാനുഫാക്ചറിങ് ഹിൽമാൻ മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. പക്ഷെ ഇത് നടന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. ഞാൻ അത്രയും ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലാക്ക് ബ്യൂട്ടി എപ്പോഴും എടുത്ത് നിൽക്കും. വണ്ടികളുടെ ഇടയിൽ ഒരു രാജാവായിട്ട് നിൽക്കുന്ന സാധനമാണ് അല്ലേ. ഇങ്ങനെ കളേഴ്സിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിലുടക്കുന്ന ഒരു സാധനം ബ്ലാക്ക് ആയിരിക്കും. ഇത് കണ്ടോ, കുറച്ചധികം നീളമുള്ളൊരു വാഹനമാണ് കേട്ടോ. ഷവർലെറ്റിൻ്റെ ബെല്ലയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. 1955. കാണാൻ നല്ല ഗുമ്മുണ്ട്, എന്താ ചുരുക്കില്ലേ. ഇത് 1955 മോഡലാണ്. അമേരിക്കൻ മോഡൽ വണ്ടിയാണ്. വൈഫിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു കളർ അല്ലേ, നല്ല ഭംഗിയുള്ളൊരു കളറ്. ഉണ്ടോ ഒരു ഡാറ് സാധനം കിടക്കുന്നുണ്ടോ. ഇതൊക്കെ വെച്ചിട്ട് നിരത്തിലൊന്ന് ചീറിപ്പായാൻ ഏത് വാഹന പ്രേമിക്കും തോന്നും അല്ലേ. ഒന്ന് നീളം നോക്ക്, ക്യാമറയിൽ കൊള്ളുന്നില്ല ശരിക്ക്. 1965 മോഡലാണ്. ഷവർലെറ്റിൻ്റെ ഇംപാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചിട്ടോ. എന്താല്ലേ, രംഗത്തെ ഭീകരൻ എന്ന് പറയാം, റോഡിലെ ഭീകരൻ. ഏകദേശം ഇവിടെ ഞാൻ റൗണ്ട് ചെയ്ത് എത്തിയിട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ വലിയൊരു ഹാളാണ്. ആ ഹാളിന് ചുറ്റുമാണ് വാഹനങ്ങൾ വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇനി നമുക്കതിൻ്റെ സെൻറ്റർ വ്യൂയ്ക്ക് ഒന്ന് പോവാം. ഇതൊരു സാധനം മാറി നിൽക്കുന്ന റെഡ് ഭീകരൻ 1937 സ്കോഡ. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഈ മോഡലൊക്കെ. ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് കേരളത്തിൽ എവിടെയോ ഇതുപോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ. അപ്പം മൈസൂർ ബാംഗ്ലൂരൊക്കെ പോകുന്ന ആൾക്കാർ ഒന്നിറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സംഭവം അതല്ല, ഇത് താഴേക്ക് ഇനിയൊരു റൗണ്ട് ഇറങ്ങാനുണ്ട്. ഞാനിത് വൈൻഡപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് താഴെ ഉള്ളിലേക്ക് ഇനിയും ഉണ്ട് വാഹനങ്ങൾ കേട്ടോ. അപ്പം സംഭവം ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഇതിൽ വീണ്ടും അത്യാവശ്യം നല്ല കിടു വാഹനങ്ങളുണ്ട് ചുറ്റും. നമുക്ക് ലോറിയൊക്കെ കിടക്കുന്ന ആർമി ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ് ഉള്ളിലെ. നമുക്ക് അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോവാം. ഞാനിത് മേലെ മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയത്. ഒരു കളർഫുൾ സാധനമൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ബൈക്ക് കാര്യങ്ങളാണ്. പിന്നെ ഒരു ജംബോ സാധനം കിടക്കുന്നുണ്ടോ, ആർമി ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അതിൻ്റെ ടയറിന് തന്നെ നമ്മളത്ര ഹൈറ്റ് ഉണ്ട്. മിലിറ്ററി ട്രക്കാണ്. അതിൻ്റെ വലിപ്പം നോക്കിക്കേ. ആർമിക്കാർ ഉപയോഗിച്ചിരുന്ന തൊപ്പിയും. എനിക്കിഷ്ടമുള്ളൊരു കളറാണത്. നല്ലൊരു മിലിറ്ററി പച്ച, ഷവർലെറ്റ് മിലിറ്ററി. ഇതവർ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് തോന്നുന്നുണ്ട്. എത്ര വർഷം മുന്നേ 1945 US ആർമി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഇതൊക്കെ അങ്ങനത്തെ മോഡൽ ഓഫ് വണ്ടികളാണ്. വണ്ടിയുടെ ഇത് കണ്ടോ, ബോംബ് വെച്ചാൽ തകരാത്തൊരു സാധനം. ഇരുമ്പാണ് കേട്ടോ, ഫുൾ ഇരുമ്പാണ് തോന്നുന്നുണ്ട്. നമുക്കൊരു കൂറ്റൻ, പട്ടുകൂറ്റൻ എന്നൊക്കെ പറയാം. ഇത് നമ്മളെ പഴയ മോഡൽ ലോറി രണ്ടെണ്ണം അവിടെ ഷെഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. 1948 to 1973 മോഡൽ വണ്ടികളാണ് കേട്ടോ. പിന്നെ ഈ ആളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഇതാരാന്നൊന്ന് പറഞ്ഞു തരണേ. ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയെ തോന്നുന്നുണ്ട്. കാറുകളുടെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. കുഞ്ഞു കാറുകൾ. ഇപ്പോഴത്തെ മിനി കൂപ്പറൊക്കെ ഈ മോഡലിന് എടുത്തതാ തോന്നുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാറുകൾ. പഴയ ടാക്സി. ലാലേട്ടൻ പണ്ട് ഏതായിരുന്നു മൂവി? ഉസ്താദ് അല്ലല്ലോ, മൂവിയുടെ പേര് മറന്നുപോയല്ലോ. അതിലുപയോഗിച്ചിട്ടുള്ള ടാക്സി. ആ പേരൊന്ന് പറയണേ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ശരിക്ക് ഒരുപാട് വിൻറ്റേജ് അല്ലാത്ത ടൈപ്പ് ഓഫ് വാഹനങ്ങളാണ്. 1993 ഉള്ള ബെൻസ് ഓക്കെ, 1980 ബെൻസ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടൊക്കെ നമ്മളിപ്പോൾ മാർക്കറ്റിൽ 2008 ബെൻസൊക്കെയാണ്. അതൊക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള മോഡൽസ് ആണല്ലോ. BMW ഒരു വാഹനമാണ്. ഇത് കൊറോള, ടൊയോട്ട കൊറോളയാണ്. 1990 മോഡൽ ടൊയോട്ട കൊറോള. 2005 മോഡൽ ജാഗ്വറാണ്. വാഹന പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമായിട്ട് മാറുന്നത്.
കാരണം അവർക്കത് ഓരോന്നും എക്സ്പീരിയൻസ് ആയിരിക്കും, ഓരോ വാഹനങ്ങളും അതിൻ്റെ മോഡൽസും അതിലുപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. മസ്ത ഇതിനൊന്ന് പ്രീമിയം ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന നേരത്തിൽ കാണുന്ന മസ്താൻ്റെ വേറൊരു മോഡൽ. നയൻറ്റീൻ 67 മോഡലാണ് കേട്ടോ. കാറുടെ കളക്ഷൻസ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വേറൊരു ഐറ്റം ഇവിടെ റൗണ്ട് ബോട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കാണാം. ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നഷ്ടമാണ് കേട്ടോ. കാരണം ചെറിയ പൈസ, ഒരാൾക്ക് 75 രൂപ ഒക്കെ ടിക്കറ്റ് നിരക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അത്യാവശ്യം നിറയെ കാണാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പേസാണ്. പിന്നെ അത് കാറിന് ഫുള്ളായിട്ട് അഴിച്ച് പരത്തിയിട്ടിട്ടുള്ളൊരു സംഭവം, അതിൻ്റെ എല്ലാം പീസാക്കി വെച്ചിട്ടുള്ള ഒരു അംബാസഡർ കാറാണ്. അതിനെ ഫുള്ളായിട്ട് പീസാക്കി വെച്ചിട്ടുള്ള ഒരു മോഡൽ. പിന്നെ ഞാൻ പറഞ്ഞ കളർഫുള്ള് വണ്ടി കേട്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് മഞ്ഞക്കാറ്, പക്ഷെ ഇതല്ല, ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ. നല്ല കലാപരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനം, ഇത് ഇവർ ചെയ്തതായിരിക്കാം. ഫ്രണ്ടൊക്കെ എന്തോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള. പിന്നെ നമ്മളെ മാരുതി 800 ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിനെ മറക്കാൻ പറ്റില്ലല്ലോ. 1985 മോഡൽ മാരുതി 800 കിണ്ണങ്ങച്ചി. എന്താ മോഡല്, ഇന്നത്തെ മാരുതി 800 ഇതിനൊക്കെ കിട പിടിച്ച് നിൽക്കുമോ ഒന്ന് പറയണേ. എന്നുവെച്ചാൽ ഈ മോഡലിനല്ലേ ഒന്നുകൂടി ഭംഗി, എനിക്കങ്ങനെ തോന്നണേ. പിന്നെ ഒരു കളി JCB ആണോ തോന്നണ പോലെ, പണ്ടത്തെ JCB ആയിരിക്കും. ഫീൽഡ് മാർഷൽ ട്രാക്ടർ പണ്ട് പാടത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉപയോഗിച്ചിരുന്ന ചെറിയ ടൈപ്പ് ഓഫ് JCB ആണ്. എത്ര മോഡലേന്നുള്ളത് ഗുജറാത്തിലിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാംഗ്ലൂർ മൈസൂർ റോഡിൽ വരുന്ന സമയത്ത് ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഒന്ന് കയറി കാണാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.